നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു മാറ്റത്തിന്റെ കേന്ദ്രബിന്ദുവായി ആലപ്പുഴ ജില്ല മാറുകയാണ്. ദശാബ്ദങ്ങളോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തായിരുന്ന ജി സുധാകരൻ പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായിട്ട് ജനവിധി തേടിയതോടെ CPMന്റെ ഉറച്ച കോട്ടകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വീണതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം അത് കേവലം ഒരു സീറ്റിനായിട്ടുള്ള പോരാട്ടത്തിനപ്പുറമായിട്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളുടെയും അതോടൊപ്പം തന്നെ നേതൃത്വത്തോടുള്ള അതൃപ്തിയുടെയും ഒക്കെ തന്നെ പ്രതിഫലനമായിട്ട് മാറിയിരിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് ബൂത്ത് തല കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷം കാലങ്ങളായിട്ട് കുത്തകയാക്കി വെച്ചിരുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ കൈവിടുമെന്ന ആശങ്ക അത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സംഭവിച്ച ഈ ചോർച്ച അത് വരാനിരിക്കുന്ന ഫലപ്രദമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. ജി സുധാകരൻ ഉന്നയിച്ച പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില നേതാക്കളുടെ ആധിപത്യത്തെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്തരം ആക്ഷേപങ്ങളെ ഗൗരവമായിട്ട് കാണുന്നതിന് പകരമായിട്ട് സുധാകരനെ ഒറ്റപ്പെടുത്താനാണ് പാർട്ടി ശ്രമിച്ചത്. വിരൽ ചൂണ്ടപ്പെട്ട നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിലോ നടപടി സ്വീകരിക്കുന്നതിലോ സംസ്ഥാന നേതൃത്വം കാണിച്ച വിമുഖത ഇപ്പോൾ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഇത്തരം പ്രവണതകളെ തടയാനായിട്ട് ആർജവം കാണിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം പുകയുന്നുണ്ട്. സുധാകരൻ ഉന്നയിച്ച വസ്തുതകളിൽ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ UDFുമായി സുധാകരൻ ധാരണയിലെത്തിയെന്ന ആരോപണം പ്രതിരോധിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. 1.5 വർഷമായിട്ട് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വാദിക്കുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അത് തടയാനായിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് താഴെത്തട്ടിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ ഉൾപ്പെടെ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെന്ന സുധാകരൻ്റെ ആരോപണങ്ങൾ സാധാരണക്കാരായ അനുഭാവികൾക്കിടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കി. മന്ത്രി സജി ചെറിയാൻ്റെ ചില നിലപാടുകളെക്കുറിച്ചും സുധാകരൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ വേണ്ട വിധം പ്രതിരോധിക്കാത്തത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. സുധാകരനെ പോലെ ജനകീയ അടിത്തറയുള്ള മറ്റൊരു നേതാവ് ജില്ലയിലില്ലാത്തത് അത് പാർട്ടിയുടെ പ്രതിസന്ധി ഇരട്ടിയാക്കി മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് പാർട്ടിയെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചതെന്ന കടുത്ത വിമർശനം CPMനുള്ളിൽ ഇപ്പോൾ അണ പൊട്ടുകയാണ്. പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികളൊക്കെ തന്നെ ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയെന്ന് മുതിർന്ന നേതാക്കൾ പോലും ഇപ്പോൾ അടക്കം പറയുന്നു. സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ അത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തുവെന്നുമാണ് ആക്ഷേപം. പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടെന്ന് പലരും പച്ചയായിട്ട് വിമർശിച്ചു തുടങ്ങിയിരുന്നു. ഇത് വരാനിരിക്കുന്ന വലിയൊരു ആഭ്യന്തര പൊട്ടിത്തെറിയുടെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സുധാകരനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് നേരിടാനാണ് പാർട്ടി ശ്രമിച്ചതെങ്കിലും അത് പൊതുസമൂഹത്തിനിടയിൽ വിപരീത ഫലമുണ്ടാക്കിയിരിക്കുകയാണ്. 60 വർഷത്തിലേറെ നീണ്ട സുധാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രചരണം നിഷ്പക്ഷ വോട്ടർമാരെ പാർട്ടിക്കെതിരെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. കടുത്ത പാർട്ടി അണികളെ ഒരുപക്ഷെ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞേക്കാമെങ്കിലും കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന പൊതുസമൂഹം ഇത്തവണ അകന്നു പോയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതാണെന്ന ആക്ഷേപവും വോട്ടർമാരെ സ്വാധീനിച്ചു. വർഗീയ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലിയും പാർട്ടിക്കുള്ളിൽ വലിയ കലഹം രൂപപ്പെട്ടിട്ടുണ്ട്. നിരോധിത സംഘടനയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPI ഇടതുപക്ഷത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് മറ്റു മതവിഭാഗങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്താനായിട്ട് കാരണമായെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മതേതര വോട്ടുകൾ സംരക്ഷിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും ഇത്തരം വിട്ടുവീഴ്ചകൾ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടും. അമ്പലപ്പുഴയിലെ ബൂത്ത് തല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ തിരിച്ചടിയായെന്ന് വ്യക്തമാകുന്നു. വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ നടത്തിയ ഇത്തരം നീക്കങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതിനാണ് സഹായിച്ചത്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ സാഹചര്യം കൃത്യമായി പരിശോധിച്ചാൽ 2021 ആധിപത്യം ഇത്തവണ വിദൂരമാണെന്ന് കാണാൻ സാധിക്കും. ഹരിപ്പാട്, കുട്ടനാട് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് വിജയസാധ്യത കുറവാണെന്നാണ് ബൂത്ത് തല കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. മാത്രമല്ല കായംകുളം, ആലപ്പുഴ, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. മുൻപ് ഹരിപ്പാട് ഒഴികെയുള്ള 8 മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത ജില്ലയിൽ ഇത്തവണ പല കോട്ടകളും തകർന്നേക്കാം. ജയിച്ചാൽ തന്നെയും വോട്ടിൻ്റെ മാർജിൻ ഗണ്യമായി കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ ബൂത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ ഇഴകീറി പരിശോധിച്ചപ്പോൾ പലയിടത്തും പ്രതീക്ഷിച്ച വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടില്ലെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
തെക്കൻ കേരളത്തിലെ ഈ പ്രതിസന്ധി അത് വടക്കൻ കേരളത്തിലും ആവർത്തിക്കുമെന്ന ആ ഒരു ഭീതി പാർട്ടിയെ ഗ്രസിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പല ഉറച്ച മണ്ഡലങ്ങളിലും ഇത്തവണ പരാജയ ഭീതിയുണ്ട്. പേരാവൂരിൽ കെ ശൈലജയും അഴീക്കോട് KV സുമേഷും വോട്ടിൻ്റെ കണക്കിൽ പിന്നിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പേരാവൂരിൽ 3000 വോട്ടിനും അഴീക്കോട് 7000 വോട്ടിനും LDF പിന്നിലാണെന്നാണ് പ്രാഥമിക നിഗമനം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ടുകൾ വലിയ തോതിൽ ചോർന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ പോലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള സൂചനകൾ. ഈ കണക്കുകൾ അത് പാർട്ടി നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആകെയുള്ള മണ്ഡലങ്ങളിൽ 4 എണ്ണത്തിൽ മാത്രമാണ് CPM ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്നത്. ബേപ്പൂർ, ബാലുശ്ശേരി, അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്ത്, ഏലത്തൂർ എന്നിവിടങ്ങളിൽ ജയിക്കുമെന്ന് കരുതുമ്പോഴും മറ്റ് 5 മണ്ഡലങ്ങളിൽ പരാജയ ഭീതി നിലനിൽക്കുന്നുണ്ട്. വടകര, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, നാദാപുരം എന്നിവിടങ്ങളിൽ വിജയം ഉറപ്പില്ലെന്ന് പാർട്ടിക്കുള്ളിലെ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വടകരയിൽ SDPI പിടിക്കുന്ന വോട്ടുകൾ രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കുമെന്ന ആകുലതയും നേതാക്കൾക്കിടയിലുണ്ട്. പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത സ്വാധീനത്തിലാണ് പാർട്ടി ഇപ്പോൾ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത്. കീഴ്ഘടകങ്ങൾ നൽകുന്ന കണക്കുകളിൽ ഇത്തവണ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമില്ല. മുൻകാലങ്ങളിൽ ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ചിരുന്ന കണക്കുകൾ പലപ്പോഴും തെറ്റാറാണ് പതിവുള്ളത്. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും കണക്കുകളും ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അത് വിശ്വസിച്ച് ആശ്വസിക്കാൻ നേതൃത്വം തയ്യാറല്ല. ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ശക്തമാണെന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ട്. എന്നാൽ ഇത് പുറത്ത് സമ്മതിക്കാതെ MLA-മാരുടെ വ്യക്തിപരമായ ജനപ്രീതി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഘടകകക്ഷികൾ പോലും. പക്ഷേ വാസ്തവം ഇതിനേക്കാൾ ഭീകരമാണെന്ന ബോധ്യം പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പാർട്ടി പുറമേയൊക്കെ തന്നെ വാദിക്കുമ്പോഴും ഉള്ളിൽ വലിയ ആശങ്കകളാണ്. 75 മുതൽ 83 വരെ സീറ്റുകൾ നേടി ഭരണം നിലനിർത്താമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രതീക്ഷയെങ്കിലും പലയിടത്തുമുണ്ടായ വലിയ വോട്ട് ചോർച്ച ഇതിനെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും ഭരണം കൃത്യമായിട്ട് പിടിച്ചു നിർത്തുക എന്ന നിലയിലേക്ക് CPM നേതാക്കളുടെ സംസാരം തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകർ പോലും ഭരണ തുടർച്ചയെക്കുറിച്ച് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം ലഭിച്ചാൽ തന്നെ അത് നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കുമെന്ന് നേതാക്കൾ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്നു. സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന പോലെ തന്നെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് ഫലവും പാർട്ടിയിലെ വരുംകാല അധികാര സമവാക്യങ്ങളെ ബാധിക്കുന്നതാണ്. ശൈലജ പരാജയപ്പെടുകയോ ഭൂരിപക്ഷം കുറയുകയോ ചെയ്താൽ അത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധ ചേരിക്ക് ഒരു ആയുധമായി മാറും. പയ്യന്നൂരിലെ വോട്ട് ചോർച്ചയും തളിപ്പറമ്പിലെ കുറഞ്ഞ ഭൂരിപക്ഷവും കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വന്ന ഇളക്കത്തെയാണ് കാണിക്കുന്നത്. പാർട്ടി അടിത്തറയിലുണ്ടായ ഈ വിള്ളലുകൾ അത് പരിഹരിക്കാൻ നിലവിലെ നേതൃത്വത്തിന് സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഓരോ വോട്ടും നിർണായകമായ സാഹചര്യത്തിൽ അവിടുത്തെ കണക്കുകൾ പുറത്തു വന്നത് തീർച്ചയായിട്ടും പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഇത്രയേറെ ആഭ്യന്തര വിമർശനങ്ങൾ ഉയർന്നു വന്ന മറ്റൊരു സന്ദർഭമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് താഴെത്തട്ടിലെ തന്നെ വികാരം. പിണറായി വിജയനും MP ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ തകർക്കുകയാണെന്ന മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ വിമർശനം അത് ഏറെ ഗൗരവമേറിയതാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അധികാരം വ്യക്തികേന്ദ്രീകൃതമായതാണ് ഈ ഒരു വലിയ തകർച്ചയ്ക്ക് കാരണമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വൈകിപ്പോയെന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തം. അമ്പലപ്പുഴയിലെ പോരാട്ടം ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സുധാകരനെ വർഗവഞ്ചകനായിട്ട് മുദ്രകുത്തി രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചവർക്ക് ജനവിധിയിലൂടെ മറുപടി ലഭിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം വോട്ടായിട്ട് മാറിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് തീർച്ചയായിട്ടും വഴിയൊരുക്കും. പാർട്ടിക്കുള്ളിൽ ശുദ്ധികലശം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ സുധാകരൻ്റെ വിജയത്തിനായിട്ട് രഹസ്യമായി പ്രവർത്തിച്ചുവെന്ന സൂചനകളുമുണ്ട്. ഇത് ഫലത്തിൽ CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ പരാജയമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. വോട്ടെണ്ണൽ ദിവസമായിട്ടുള്ള മെയ് 4-ാം തീയതി കേരളം കാത്തിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാകാം. പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ പ്രതിച്ഛായ തകരുമോ അതോ നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുമോ എന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം. എങ്കിലും പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട വലിയ വിള്ളലുകൾ അത് മായ്ക്കാൻ ഈ വിജയത്തിന് പോലും സാധിച്ചേക്കില്ല. അധികാരത്തിൻ്റെ ഹുങ്കിൽ ജനങ്ങളെയും സ്വന്തം നേതാക്കളെയും അവഗണിച്ചതിനുള്ള തിരിച്ചടി അത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ തുടങ്ങി പേരാവൂർ വരെ നീളുകയാണെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയെ കുളം തോണ്ടിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഫലം പുറത്തു വരുന്നതോടെ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. CPM-ൻ്റെ വരുംകാല രാഷ്ട്രീയ ഭാവി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.